ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രണ്ടെണ്ണത്തിൻ്റെ മുഖം കണ്ട സമയത്ത് എല്ലാവർക്കും മനസ്സിലായി കാണും, ഫാമിലി വ്ലോഗ് എന്നുള്ള പേരിൽ വീഡിയോ എടുത്ത് വെക്കുക. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് നഗ്നത പ്രദർശിപ്പിക്കുക. അത് സ്വന്തം ഭാര്യയുടെ മറ്റുള്ള ആണുങ്ങളെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഭാര്യയെ വിറ്റിട്ട് ആ വീഡിയോ മലയാളികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഈ വീഡിയോ കിടക്കുന്നതിനകത്ത് കാണാൻ പറ്റുന്ന കയറി നോക്കിയപ്പോഴത്തേക്കും മലയാളികളാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വിൽപ്പന എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ, ഈ മെമ്പേഴ്സ് വഴി പെയ്ഡായിട്ട് പരിപാടി, അതിനകത്ത് മൊത്തത്തിലായിരിക്കും ഓൾ ഇന്ത്യ ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേക്കൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. നല്ല ഇൻകം വരുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവം വെച്ചിട്ട് അത്രയും നല്ല ബിസിനസ് ആയതുകൊണ്ട് തന്നെ, ശരീര വിൽപ്പന ഇത്രയും നല്ലൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൈസ മേടിച്ചിട്ട് കാറും ബാക്കി കാര്യങ്ങളും ആഡംബര ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാരാണ്. കാശ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലല്ലോ, എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചിലർ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും ഒരു മകളെയാണ് ഈ സാധനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ദൈവം. ആ കുഞ്ഞു മകളെ കൂടി വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഒരു സഹോദരി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ ആ ഒരു സഹോദരിയെ കണ്ടുകൊണ്ട്, അവൻ്റെ സഹോദരിയാണ്, ഈ സഹോദരിയുമായിട്ടുള്ള ഗെയിം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതെപ്പോഴാണ് ഞങ്ങളിലേക്ക് കൊണ്ടുതരുന്നത്, എപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു ലൈവ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ, ഇങ്ങനെ കുറേയധികം കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് പ്രത്യേകിച്ച് വേദനയൊന്നും ഉണ്ടാകത്തില്ല. കാരണം ആങ്ങളെയും ഈ പറയുന്ന ആങ്ങളുടെ ഭാര്യയും ചെയ്യുന്നത് ഈ ഒരു തൊഴിലാണ്, ഈ ഒരു രീതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ വീഡിയോക്കകത്ത് ഇത്രയും ഇളിച്ചുകൊണ്ട് 32 പല്ലും കാണിച്ചുകൊണ്ട് ആ ഒരു സഹോദരി അന്തസ്സോടെ കയറി ഞെളിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കമൻറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഈ കമൻറ്റ് വരുന്ന സമയത്ത് ഒന്നും തോന്നില്ല. പിന്നെ ഇതുപോലുള്ള ആൾക്കാരെ കുറിച്ച് ഇതിനു മുൻപേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നത് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനെ കൂടുതലായിട്ട് കൊണ്ടു നടക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ദാരിദ്ര്യം കൂടിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ഉള്ളിടത്തോളം കാലം ഇവന്മാർ കൃത്യമായിട്ട് സ്വന്തം ഭാര്യയെ, മകളെ അല്ലെങ്കിൽ അമ്മൂമ്മേനെ വരെ വേണമെങ്കിൽ ഈ പറയുന്ന വിൽപ്പന ചരക്കാക്കി കൊണ്ടുവന്ന് ഈ തരത്തിൽ ഉപയോഗപ്പെടുത്തും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ കായംകുളം, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടല്ലോ, അവർ ഈ ഭാര്യനെ എക്സ്ചേഞ്ച് ചെയ്യുക, അതായത് ഫ്രണ്ട്സിന് കൊടുക്കുക, ഫ്രണ്ടിൻ്റെ ഭാര്യനെ ഈ ഒരു വ്യക്തി എടുക്കുക. ഇങ്ങനത്തുള്ള പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിക്ക് ഒരു വാർത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പല വാർത്തകളും കേൾക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും 1-2 പേരെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുന്ന കാര്യം ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ന രീതിക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചല്ല സംസാരിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞത്, ഇന്ന് ഫോണില്ലാത്ത ഒരാൾക്കാരും ഇല്ല. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്നൊരു സംഭവം വന്നതിന് ശേഷം കൊച്ചുകുട്ടികൾ സ്കൂൾ കേന്ദ്രീകൃതമായിട്ട് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും ഫോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ ഫോണുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഈ വീഡിയോ ചെയ്യുന്ന കുറേയധികം ആൾക്കാർ അങ്ങനെ അവർ പൈസ ലൈവ് ഉണ്ടാക്കി ഒരു റൂമിൽ കയറിയിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളുടെ മുന്നിലും ഭർത്താവ് സപ്പോർട്ട് ചെയ്യാൻ, അമ്മായിയമ്മ, അമ്മായിച്ചൻ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കാശ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ മക്കൾ മറ്റൊരു റൂമിലിരുന്ന് ഈ ഫോണിൽ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇവർക്ക് അറിയേണ്ട കാര്യമല്ല, അറിയുന്ന കാര്യമല്ല. ഒരു സമയത്ത് കൃത്യമായിട്ട് തിരിച്ചടി കിട്ടുന്ന സമയത്ത് പഠിച്ചോളും. പക്ഷേ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും കൃത്യമായിട്ട്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇന്നുമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം കേട്ടത് കർണാടക സർക്കാർ അങ്ങനെ ഒരു ഉത്തരവിറക്കിയത്. അതായത് 16 വയസ്സിന് മുൻപുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുവരെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ഫോണുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ളൊരു സംഭവം, നിയമം അത് ബാധകമായിട്ട് വരികയാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തരത്തിൽ. ഇന്ന് മറ്റൊരു വാർത്ത കൂടി വന്നു, ആന്ധ്ര സർക്കാരും ഈ ഒരു സംഭവത്തിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. 16 വയസ്സുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. ഇത് നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ ഇല്ലാത്തതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികളെ ഫോൺ കാണും, അവരിത് കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പുറത്തെ റൂമിലിരുന്ന് രക്ഷിതാക്കളിൽ ആരെങ്കിലുമൊക്കെ അച്ഛനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ മക്കളും അപ്പുറത്തിരുന്ന് കാണുന്നുണ്ടായിരിക്കും. ഇതിലൊക്കെ മെമ്പർഷിപ്പിൽ അംഗങ്ങളായിരിക്കും, നിങ്ങൾ ചോദിക്കുന്ന പൈസയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവസാനമായിരിക്കും പിടിവിട്ട് പോകുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ഈ പറയുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ പോലും മക്കൾ ക്യാമറ വെച്ച് പിടിച്ചെടുത്ത് പിന്നീട് അത് പ്രചരിപ്പിക്കുന്ന സമയത്ത്, വിൽപ്പന ചരക്കാക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മക്കൾ എത്രത്തോളം വളർന്നു, ഏത് ലോകത്തിലാണ് ഈ വിഹരിച്ച് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ല മൂല്യങ്ങളും നല്ല കാര്യങ്ങളും മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് കേട്ടിട്ട് ആരും തന്നെ നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ നാട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അത്രയും അധപ്പതിച്ച നിലയിലാണ്. കുറച്ച് മുമ്പ് വാർത്തയിട്ട സമയത്ത് കണ്ട കാര്യം എന്ന് പറയുന്നത്, വെഞ്ഞാറമൂട് ഇതൊരു സ്കൂളിൽ കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കി ഒരു കുട്ടിയുടെ തലക്കടിച്ച് മാരകമായിട്ട് പരിക്കേൽപ്പിച്ചു.
മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ഉറപ്പായിട്ട് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്കറിയുന്ന കാര്യമാണ്, എങ്ങോട്ട് പോകുന്നതെന്നറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു, ഒരു ചാനലിട്ടൊരു വീഡിയോ ആണ്, അത് ഞാനും എടുത്ത് ഷെയർ ചെയ്തു. കാരണം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്നുകൊണ്ട് ചില കുട്ടികൾ വീട്ടിൽ നിന്ന് കളർ ഡ്രസ്സ് ബാഗിൽ വെച്ചുകൊണ്ട് ഇറങ്ങുന്നത്. എത്ര വീട്ടുകാർക്ക് അറിയുമെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട് പല കുട്ടികളും പല സ്ഥലങ്ങളിലും പോയിട്ട് യൂണിഫോം മാറി കളർ ഡ്രസ്സ് ആക്കുന്നത്. ഇവർ ഇതേ പടുതിയിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇവർ ഏതൊക്കെ ബന്ധത്തിൽ, ആൺകുട്ടികളെന്നില്ല പെൺകുട്ടികളെന്നില്ല, അത് പൊതുവഴിയിലൂടെ ഈ പറയുന്ന എന്താ പറയുന്നത്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള വീഡിയോസ് ഒക്കെ കാണുമല്ലോ, അതേപോലത്തെ രീതിയിലുള്ള രംഗങ്ങൾ ഇപ്പം നമുക്ക് മൊത്തത്തിൽ ഈ പറയുന്ന പൊതുനിരത്തുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു കുട്ടികളാണ്, 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും. അപ്പം ഈ തരത്തിലേക്ക് നാട് അധപ്പതിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ കാരണക്കാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ തന്നെയാണ്. എന്ത് കാണണം, എന്ത് കാണണ്ട, എന്ത് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ബോധ്യം നിങ്ങളിൽ ആദ്യം ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾ ആദ്യം നന്നായിരിക്കണം. നിങ്ങൾ ഒരു മൂലയ്ക്കിരുന്ന് മക്കളെ അകറ്റി നിർത്തി അല്ലെങ്കിൽ ഭാര്യയെ മാറ്റി നിർത്തി, ഭാര്യമാരുമുണ്ട് ഈ പരിപാടിക്ക് ചെല്ലുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തുണിയഴിച്ച് കാശുണ്ടാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണല്ലോ. അതിന് സപ്പോർട്ടായിട്ട് കുറേയധികം മീശയുള്ള ആണുങ്ങൾ, ഭർത്താക്കന്മാർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരെ ചൊവ്വ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് സെക്ഷനിൽ പോലും വൃത്തികെട്ട രീതിയിൽ ഈ പറയുന്ന കിട്ടുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കമൻ്റ് ഇടാൻ വരുന്ന ഒരു കൂട്ടം ആൾക്കാരെ, നരമ്പ് രോഗികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇക്കൂട്ടർ തരുന്ന അവർക്ക് നൽകുന്ന പ്രോത്സാഹനം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ ഫോണിനകത്ത് കയറിയിരുന്ന് കുത്തിയിരുന്ന് നോക്കുന്ന സമയത്ത്, മെമ്പർഷിപ്പ് എടുത്ത് കാണുന്ന സമയത്ത് കൊള്ളാലോ, ഇവരൊക്കെ ഇത്രയും നല്ല വീട്ടിൽ ജനിച്ചിട്ട്, ഇത്രയും നല്ല സമൂഹത്തിൽ വളർന്നിട്ട്, ഇത്രയും നല്ല കാര്യങ്ങൾ കുടുംബമായിട്ട് ജീവിച്ചിട്ട് പോലും ശരീരം വിറ്റ് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവള് നാളെ ചിലപ്പോൾ അങ്ങനെ ആയേക്കാം എന്നൊരു സംഭവം നിങ്ങളായിട്ട് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് ചില തരപ്പന്മാർക്ക് തോന്നും ഇവളും ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ അടിയിലും അങ്ങനത്തിലുള്ള കമന്റ് വരുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് ആദ്യ കാലങ്ങളിൽ. ഇപ്പം അങ്ങനെ തോന്നാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ച് കൊടുക്കുന്നത്, ഇപ്പം എനിക്ക് തോന്നുന്നു ഏതോ ഒരു സംഭവത്തിനകത്ത് എൻ്റെ സഹോദരിയെ പറ്റി പറഞ്ഞു എന്നൊരു സംഭവം കിടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അവനാണ്. നാളെ ഉറപ്പായിട്ടും ഈ കുഞ്ഞും ഈ ഒരു ലെവലിലേക്ക് തന്നെ വരും. അല്ലെങ്കിൽ ആ കുഞ്ഞ് നേരെ ചൊവ്വേ വളരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മനെ തള്ളിക്കളഞ്ഞിട്ട് അത് അതിൻ്റെ വഴിക്ക് പോകും. അപ്പം കുടുംബത്തിനെ എങ്ങനെ കൊണ്ടുപോകാം, അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന സമയത്ത് തോന്നിപ്പോയൊരു കാര്യം, ഒരു തോർത്ത് കൂടിപ്പോയി 80-100 രൂപയാവും. അതെടുത്തിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിന് മുൻപിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാളിന് മുന്നിലോ എവിടെയെങ്കിലും പോയി പിച്ച് എടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാഴി അന്തസ്സുണ്ട്. സ്വന്തം ഭാര്യയുടെ നഗ്നതയെ വിറ്റുകൊണ്ട്, സ്വന്തം മകളെ കൂടി അതിൽ പെടുത്തിക്കൊണ്ട്, സഹോദരിയെ കൂടി അതിൽ പെടുത്തിക്കൊണ്ട്, ഇളിച്ചുകൊണ്ട് ഈ വിയർപ്പിൻ്റെ അസുഖത്തോടു കൂടി ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം തെണ്ടി തിന്നുന്നതിന് ഇതിനെക്കാഴി അന്തസ്സുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുപോലുള്ള ആൾക്കാരെ വളർത്തുന്നവരെയാണ് ആദ്യം പിടിച്ചടിക്കേണ്ടതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കമന്റ് സെക്ഷനിൽ പറയുന്നത് നിനക്ക് എന്താണ്, അവരല്ലേ ജീവിക്കുന്നത്, ജീവിച്ചോട്ടെ. പക്ഷെ നിങ്ങളുടെ മക്കളും ഈ പറയുന്ന കട്ടിലിനടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലക്കിരുന്നോ ഇതേ വീഡിയോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടായിരിക്കും. ക്യാമറ കണ്ണുകൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ മക്കൾ തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അന്ന് പഠിക്കും.